രാജ്യത്തിനകത്ത് തൊഴിലില്ലായ്മ കാരണം നട്ടം തിരിയുന്ന, ഇനി തൊഴിൽ കിട്ടിയാൽ പോലും അതിന് അർഹമായ വേതനമില്ലാത്ത, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ തങ്ങളെ കോക്രോച്ച് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ, ഈ കോക്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ പലരും അറപ്പോട് കാണുന്നതാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എവിടെയും സർവൈവ് ചെയ്യും എന്നുള്ളതാണ് പാർട്ടികളുടെ ഒരു പ്രത്യേകത. അതിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ BJPയുടെ പ്രതിനിധി ഇവിടെ പറയുന്നത് ഫാസിസത്തെ സംബന്ധിച്ചും പരമ്പരാഗത മാധ്യമങ്ങളെ സംബന്ധിച്ചൊക്കെയാ. 19 മാധ്യമങ്ങൾ അദാനിയുടെ കയ്യിലും 13 അംബാനിയുടെ കയ്യിലുമാണ്. അവരെ കൂട്ടുപിടിച്ച് ഈ രാജ്യത്തിനകത്ത് വാർത്തകൾക്കപ്പുറത്തേക്ക് നറേറ്റീവ്സ് സൃഷ്ടിച്ച് ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്തെ യുവത അവരുടെ ആവശ്യങ്ങളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രതിഷേധമാണ്. അപ്പൊ ഇവരുടെ ഒരു വികാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത് ഒരിക്കലുമില്ല. ഇപ്പോ ഈ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ SFI സമരത്തിനാ. എന്തിനാ സമരം എന്നറിയോ? ഇവർ നിശ്ചയിച്ചിട്ടുള്ള ഗവർണർ ചാൻസലർ സർവകലാശാലയ്ക്കകത്ത് സംഘടനാ സ്വാതന്ത്ര്യം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിന്റെ പിന്നാലെ വിദ്യാർത്ഥികളുടെ സമരത്തിലാ. ഇന്ന് ഈ രാജ്യത്തിനകത്തെ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികൾക്കകത്തും ക്യാമ്പസുകൾക്കകത്തും വിദ്യാർത്ഥികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ പ്രതികരണശേഷി ഇല്ലാത്ത വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഡെവലപ്മെന്റ് ആണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. 11 വർഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച. ഈ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇനി ഡെവലപ്മെന്റിന്റെ ഉപഭോക്താക്കളാരാ? ഈ രാജ്യത്തെ ജനങ്ങളാണ്, അല്ലെങ്കിൽ യുവതയാണ്. ആ യുവതയെ വോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും നിങ്ങൾ പ്രതികരിക്കരുത്, റെസ്പോണ്ട് ചെയ്യരുത് എന്ന ഫാസിസ്റ്റ് നയം, സമീപനം ഈ രാജ്യത്തിനകത്ത് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതിഷേധമാണ് ഇത്രയധികം വലിയ മൂവ്മെന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.